ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതോടെ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനായി അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. ഷുഹൈബിന്റെ പിതാവും ഒളിവിൽ പോയതായാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഷുഹൈബിനെ അന്വേഷിച്ച് കൊടുവള്ളിയിലെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന് പിതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന MS സൊല്യൂഷനിലെ 2 അധ്യാപകർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. അതിനിടെ മുൻകൂർ ജാമ്യത്തിനായി ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഷുഹൈബിന്റെ അഭിഭാഷകൻ അറിയിച്ചു. ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഇതിലിപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്? പ്രിയ, MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിനായുള്ള തിരച്ചിൽ അന്വേഷണ സംഘം, അതായത് ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിനുശേഷം അഭിഭാഷകൻ അറിയിച്ചത് ഷുഹൈബ് ഹൈക്കോടതിയെ ഉടൻ തന്നെ സമീപിക്കും, മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചത്. അതനുസരിച്ച് അത്തരമൊരു നീക്കം ഷുഹൈബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അഭിഭാഷകരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഷുഹൈബിനൊപ്പം തന്നെ മറ്റ് 2 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണ സംഘം. MS സൊല്യൂഷൻസിലെ അധ്യാപകരായ 2 പേർക്കും കൂടി നോട്ടീസ് നൽകിയിരുന്നു. ഈ 2 പേരും ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മുമ്പാകെ ഹാജരായിട്ടില്ല. അവർക്കായും അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഷുഹൈബിൻ്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം എത്തിയപ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലാണ്. പിതാവും മാറി നിൽക്കുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഷുഹൈബിനും അതേപോലെ തന്നെ 2 അധ്യാപകർക്കും വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിശദമായ തെളിവുകൾ അന്വേഷണ സംഘം ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഷുഹൈബിൽ നിന്നുള്ള നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നോട്ടീസ് നൽകിയിട്ടും ഷുഹൈബ് കേസന്വേഷണവുമായി സഹകരിക്കാത്ത സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. അതിനിടയിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. എന്നാൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഷുഹൈബിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. പ്രിയ, ശരി, ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. വിശദാംശങ്ങളാണ് ലതീഷ് നൽകിയത്.